കറുകരെ കാർമുഖിൽ കറുകരെ കാർമുഖിൽ കൊമ്പനാനപ്പൂര തേറിയേഴും നൊല്ലും ഓർത്തേ. അത് ആ നിൽക്കുന്ന നമ്മുടെ ചെറുവത്തൂരെ ഉണ്ണിയമ്പൂരി അല്ലേ? ഉണ്ണിയമ്പൂരിയേ, ആ ഉണ്ണിയമ്പൂരിയേ. ഇതായിപ്പോ നല്ല കഥ. കളിപ്രേമികളെല്ലാം ഉണ്ടല്ലോ. മാമ്പറ്റ രാമൻ നമ്പൂരി, മല്ലശ്ശേരി നീലാണ്ടൻ നമ്പൂരി. ഇദ്ദേഹം നിശ്ചയം കിട്ടണില്ല. അതിശയായിരിക്കണ്. ഉണ്ണിയമ്പൂരിക്ക് ആളെ മനസ്സിലായില്ലേ? ആള് ബഹു കേമനാ. മംഗലാംകുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂരി. ആള് കുറച്ച് വടക്കുന്ന. താത്രിക്കുട്ടിയുടെ സ്മാർത്ത വിചാരണത്തിന് വന്നിരിക്കുന്ന പട്ടശൻ. പട്ടച്ചോമയാരത്ത് ജാതവേദ നമ്പൂരിയുടെ വലങ്കൈ. ശുംഭൻ സാധനം എന്നാ പറയുക? നോം അറിയാണ്ടൊരു നാവുപിഴവ്. ഐ, അടുക്കള ദോഷമുള്ള പെണ്ണിന്റെ പേര് പറഞ്ഞാൽ പോലും കുളിക്കണം എന്നാ തിട്ടൂരം. അല്ല, നാളെ തിരുവോണത്തിന് വിചാരണ അവധിയല്ലേ? ഇപ്പം നല്ല കഥ. ജാതവേദ നമ്പൂരിപ്പാടിനെ കുറിച്ച് നല്ല നിശ്ചയില്ലാന്ന് തോന്നുന്നു. വിചാരണ തുടങ്ങിയിട്ട് ഇന്ന് ദിവസം 24 ഇതുവരെ ഒരീസം മുടങ്ങിയിട്ടില്ല. നാളെ തിരുവോണത്തിന് വിധി കൽപ്പിക്കും എന്നാ തിരുമേനി പറഞ്ഞിരിക്കണേ. സാധനം ഇതുവരെ 66 പേരുടെ പേര് പറഞ്ഞിരിക്കണു. അന്തർജനത്തിന് ഓലക്കുടവട്ടം ആകാശം, കാൽപ്പാട് ഭൂമി എന്നിട്ടാണ് 66 പേരെ. 60 കഴിഞ്ഞ കുറിയേടത്തിന്റെ 3-ാം വേളിയാണ് സാധനം. പിന്നെ പറഞ്ഞിട്ട് എന്താ? അതിനിപ്പോ എന്താ? നോമും വേളി 3 കഴിച്ചിരിക്കുന്നു. 2 സംബന്ധമുണ്ട്. എന്നാലും ഇതിപ്പോ എങ്ങനെ നടന്നു എന്നാ നോം നിരീക്കണേ? സാധനം ദാസിയേം കൂട്ടി അമ്മാത്തേക്ക് പോകുന്ന വഴിക്ക് പലയിടത്തും തങ്ങലുണ്ടത്രേ. ദിവസം 2-3 കഴിഞ്ഞ് അമ്മാത്തെത്തിയാലായി. ഇല്ലത്തൊന്ന് പുറപ്പെടുകയും ചെയ്തു. അമ്മ തൊട്ട് എത്തിയതുമില്ല. സ്മാർത്ത വിചാരത്തിന് മുമ്പ് ദാസി വിചാരം നടത്തണമെന്നല്ലേ തിട്ടൂരം? ഇവിടെ അതുണ്ടായോ? ഇതുവരെ എല്ലാം വിധി പോലെ തന്നെയാ നടന്നിരിക്കണേ. കണ്ടൻജാതമനക്കിലെ വാസുദേവൻ നമ്പൂരിയാണ് മഹാരാജാവ് തിരുമനസിന്റെ അടുത്ത് നസ്യം പറഞ്ഞത്. നമ്പൂരിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ദാസിപ്പെണ്ണിന് പിടിച്ചു നിൽക്കാനായില്ല. ദാസിപ്പെണ്ണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത്രേ, എൻ്റെ തമ്പ്രാട്ടി പിഴച്ചിരിക്കണൂന്ന്. സ്വന്തം അച്ഛൻ്റെയും സഹോദരൻ്റെയും മാത്രമല്ലാത്രേ, അമ്മാവൻ്റെയും കഥകളി വീരൻ കാവുങ്ങൽ ശങ്കരപ്പണിക്കരുടെയും പേര് പറഞ്ഞിരിക്കണു. കാമനെ വെല്ലുന്ന ശൃംഗാരമാടുവാൻ കാവുങ്കൽ ശങ്കരൻ തന്നെ വേണം. പറഞ്ഞിട്ടെന്താ? പേര് പറഞ്ഞു എന്ന് വെച്ചാ പ്രശ്ന. പിന്നെ കളിയുമില്ല, അരങ്ങുമില്ല. മംഗലാംകുന്ന് സാധനത്തെ കണ്ടിരിക്കണോ? ഇല്ല, നോം കണ്ടിട്ടില്ല. ഒന്ന് കാണാനൊരു പൂതി. ഈ മാലോകര് പാടി നടക്കണതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് അറിയണ്ടേ? വിഡ്ഢിത്തം പുലമ്പാതിരിക്കുക. 5-ാം പുരയുടെ പടിപ്പുര മുതൽ മഹാരാജാവ് തിരുമനസ് നേരിട്ടാ കാവൽ ഏർപ്പെടുത്തിയിരിക്കണേ. കുറ്റം തെളിഞ്ഞ സ്ഥിതിക്ക് സാധനത്തിന് ഇനി എന്താ സംഭവിക്കുക? ഇല്ലത്തൂന്ന് പടിയടച്ച് പിണ്ടം വെച്ച് കഴിഞ്ഞാൽ പിന്നെ സംരക്ഷണ ചുമതല മഹാരാജാവിനാണ്. അശുദ്ധമായ ഏതെങ്കിലും ഒരു നദീതീരത്ത് ഇത്തിരി സ്ഥലവും ഒരു വീടും. അതാണ് ഇതിൻ്റെ ഒരു വൈദിക വിധി. ക്ഷേത്രത്തിൽ മോഹിനിയാട്ടം തുടങ്ങിയിരിക്കുന്നു. മംഗലമൊന്നും വരണില്ലേ? നിങ്ങൾ പോയിക്കൊള്ളൂ, നേരം ഇച്ചി വൈകിയിരിക്കണു. തിരുവോണത്തിന് വിചാരണ നേരത്തെ തുടങ്ങാനുള്ളതാണ്. നമുക്ക് നാളെ കാണാം. പനിമതി മൂകി ബാല പത്മനാഭനം പനിമതി മൂകി ബാല പത്മനാഭനം
കനിവില്ലാകയായി കാമൻ പരമിയും കനിവില്ലാകയായി കാമൻ പരമിയും കനിവില്ലാകയായി കാമൻ പരമിയും പനിമതി ഭൂഗീതലേ പത്മനാഭനും എന്നിൽ കനിവില്ലാകയായി കാമൻ തമ്പുരാട്ടി തമ്പുരാട്ടി, ചെമ്പാന്തിട്ട ക്ഷേത്രത്തിൽ ഇക്കൊല്ലം മോഹിനിയാട്ടമാണ്. തമ്പുരാട്ടി ഇതുവരെയൊന്നും കഴിച്ചില്ലേ? കിടക്കാനും വൈകിയിരിക്കണു. കാലത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ? എഴുന്നേൽക്കണം. അതെ, കാലത്തേ എഴുന്നേൽക്കണം. തിരുവോണം അല്ലേ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ മരണം നടക്കാൻ പോകുന്ന തിരുവോണം. തമ്പുരാട്ടി, ഓണായച്ചാൽ കൽപ്പകശ്ശേരി ഇല്ലവളപ്പിലൂടെ ഞങ്ങൾ കുട്ടിയോള് ഓടി നടന്ന് പൂക്കളിറുക്കും. കാർത്യാനി ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന ഇല്ലവളപ്പില് നിറയെ തുമ്പപ്പൂക്കളാ. 10ാം വയസ്സിൽ തുടങ്ങിയതാ എൻ്റെ കഷ്ടകാലം. അച്ഛൻ പെങ്ങളുടെ വീട്ടിൽ പാട്ട് പഠിക്കാൻ പോയതാ. നമ്പിയാത്തൻ മൂസാമ്പൂരി കുളപ്പുരയിലേക്ക് ബലമായി പിടിച്ചുകൊണ്ടു പോയപ്പോൾ ആ കൊച്ചു പെൺകുട്ടി വല്ലാണ്ട് ഭയന്നുപോയി. ഭയപ്പാടും വേദനയും കരച്ചിലുമായി അടുപ്പിച്ച് 12 ദിവസങ്ങൾ. ഏത് ജാതിയിലാണ് പിറക്കുന്നത് എന്നതിലല്ല, ആണായിട്ടാണോ പെണ്ണായിട്ടാണോ പിറക്കുന്നത് എന്നതിലാണ് കാര്യം. വലിയ അങ്ങുന്ന് നമ്പ്യാത്തൻ മൂസാമ്പൂരിയും തിരുമേനി രാമൻ തമ്പൂരിയുമായി വലിയ വഴക്കുണ്ടായത്രേ. ഏതൊരു അന്തർജനത്തിനെയും പോലെ പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടിരുന്ന എൻ്റെ മണിയറയിലേക്ക് കയറി വന്നത് ദണ്ണക്കാരനായിരുന്ന ജ്യേഷ്ഠനായിരുന്നു. 10ാം വയസ്സിൽ എൻ്റെ കളിയും ചിരിയും മായ്ച്ചു കളഞ്ഞ അതേ മൂസാമ്പൂരി. വേളിക്ക് അനുജൻ, വേളിക്ക് ശേഷം ജ്യേഷ്ഠൻ. അതാത്ര ഇല്ലത്തെ കീഴ്വഴക്കം. ആ രാത്രിയിൽ തന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഒന്നും അവസാനിക്കില്ല, എല്ലാം ആവർത്തിക്കപ്പെടുകയാണെന്ന്. അമ്മാവൻ കൽപ്പകശ്ശേരി ചെന്ന് വലിയ കോലാഹലമുണ്ടാക്കിത്രേ. പേരു മാറ്റി പറഞ്ഞില്ലാച്ചാ ഇല്ലത്തിന് തീ വയ്ക്കൂന്ന്. കേട്ടിട്ടെന്തോ അടിയന് ഭയമാകുന്നു. അമ്മാവൻ സ്വന്തം മരുമകൾ എന്നതോ പോട്ടെ, ഒരു കൊച്ചു പെൺകുട്ടിയോടാണ് ഇത്രയേറെ ക്രൂരത കാട്ടിയ ഒരു മനുഷ്യൻ. സംരക്ഷണം തരേണ്ടവര് തന്നെ. മാധവി, നീ എൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയേ. ഭയമുണ്ടോ എൻ്റെ കണ്ണില്? പറ, നീ എന്താണ് കാണുന്നതെന്ന് പറ. അടിയൻ അഗ്നിയാണ് കാണുന്നത്, എല്ലാറ്റിനെയും ചുട്ടിരിക്കുന്ന അഗ്നി. മാധവി, എനിക്കൊന്നിനെയും ഭയമില്ല, ആരെയും ഭയമില്ല. മരണത്തെയും. ഒരേ തെറ്റ് ചെയ്യുന്ന പെണ്ണിനും ആണിനും 2 ശിക്ഷയോ? എൻ്റെ ഗതി മറ്റൊരു പെണ്ണിനും വരുത്തല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം. മാധവി, നീ കേട്ടില്ലേ? ക്ഷേത്രത്തിൽ തിരുവാതിര ആരംഭിച്ചിരിക്കുന്നു. ഈ താത്രിക്കുട്ടിയുടെ അവസാനത്തെ തിരുവോണം പുലരാൻ ഇനി 2 വിനാഴിക കൂടി മാത്രം. നീ പോയി കിടന്നോളൂ. നാളെ എല്ലാത്തിനും ഒരു അറുതിയാകും. തിരുവോണത്തിന് എന്തായാലും പൂക്കളമൊക്കെ ഇടാൻ തരായിരിക്കണു. അതായിപ്പോൾ നന്നായി. മഹാബലിക്ക് പകരം വന്നത് ഈ ജാതവേദനാണെന്നു മാത്രം. ബ്രഹ്മദത്ത, ഇല്ലത്തുള്ളവരെ വിളിക്കുക, സമയം കളയാനില്ല. ചെമ്മാന്തിട്ട
കുറിയേടത്ത സ്മാർത്ഥ വിചാരണ 25-ാം ദിവസം. ദാസിപ്പെണ്ണിനെ ഇങ്ങനെ വിളിക്കുക. ഇനി ആരുടെയെങ്കിലും പേര് പറയാനുണ്ടോ എന്ന് സാധനത്തോട് ചോദിക്കുക. മാധവി, ഈ മുദ്രമോതിരം തിരുമേനിയുടെ കയ്യിൽ കൊടുക്കുക. ഈ പേരും ഞാൻ പറയണോ എന്ന് ചോദിച്ചു. എല്ലാവരും നിശബ്ദരായിരിക്കുക. ഭഗവതി, വേണ്ട വേണ്ട, ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം. ആകെ മൊത്തം എത്ര പേര്, ഏതൊക്കെ ജാതി, ഇതിന്റെ കൃത്യമായ കണക്കുണ്ടോ എന്ന് സാധനത്തിനോട് ചോദിക്കുക. കണക്കുകൾ തിരുമേനി നേരിട്ട് കേട്ടാലും. ഋതുമതിയാകുന്നതിന് മുൻപ് 27 പേർ, ഋതുവായതിനു ശേഷം 39 പേർ, ആകെ മൊത്തം 66 പേർ. അതിൽ 31 നമ്പൂതിരികൾ, 10 പട്ടന്മാർ, 9 നായന്മാർ, 1 നമ്പ്യാർ, 2 മാരാന്മാർ, 2 പണിക്കന്മാർ, 4 വാര്യന്മാർ, 2 പൊതുവാൾമാർ, 4 നമ്പീശന്മാർ, 1 ശാരടി. ശരി ശരി, വിധിവാചകം ഉടനെ തന്നെ പറയുന്നതായിരിക്കും. മഹാരാജാവ് തിരുമനസിന്റെ കൽപ്പനയനുസരിച്ച് ചെമ്മാന്തിട്ട കുറിയേടത്തില്ലത്ത് രാമൻ നമ്പൂതിരിയുടെ വേളി താത്രി എന്ന് വിളിക്കപ്പെടുന്ന സാവിത്രി അന്തർജനത്തിന്റെ സ്മാർത്ഥ വിചാരത്തിൽ സാധനം തെറ്റുകാരിയെന്ന് പരിപൂർണമായി സ്മാർത്ഥന് ബോധ്യപ്പെട്ടതിനാൽ സാധനത്തെ സമുദായത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കുവാനും വൈദിക വിധിപ്രകാരം പടിയടച്ച് പിണ്ടം വയ്ക്കുവാനും തിരുമനസ്സായിരിക്കുന്നു. നരനല്ല മൃഗമല്ല നരസിംഹരൂപം, രാവല്ല പകലല്ല നിറസന്ധ്യ നേരം, അകമല്ല പുറമല്ല ഉമ്മരപ്പടിയിൽ, വിണ്ണല്ല മണ്ണല്ല തിരുമടിത്തട്ടിൽ. നരനല്ല മൃഗമല്ല നരസിംഹരൂപം, രാവല്ല പകലല്ല നിറസന്ധ്യ നേരം, അകമല്ല പുറമല്ല ഉമ്മരപ്പടിയിൽ, വിണ്ണല്ല മണ്ണല്ല തിരുമടിത്തട്ടിൽ. ദൈത്യന്റെ പ്രാണനില്ലാ നഗരജാലം, ഉടൽമാലരുധിരവും മണിയുന്ന രൂപം, ബ്രഹ്മാണ്ഡ സത്യങ്ങൾ കാക്കുന്ന ദേവൻ, ഭക്തന്റെ രക്ഷയ്ക്കു നിമിഷാർത്ഥ നേരം, ആ ദിവ്യ ദർശനം പ്രഹ്ലാദ പുണ്യം, ആ ദിവ്യ ദർശനം പ്രഹ്ലാദ പുണ്യം. നരനല്ല മൃഗമല്ല നരസിംഹരൂപം, രാവല്ല പകലല്ല നിറസന്ധ്യ നേരം, അകമല്ല പുറമല്ല ഉമ്മരപ്പടിയിൽ, വിണ്ണല്ല മണ്ണല്ല തിരുമടിത്തട്ടിൽ. മാളൂട്ടി, ഇനി ഈ കളത്തിൽ ജമന്തിപ്പൂ ഇട്. എന്തിനാ അമ്മേ നമ്മൾ ഇങ്ങനെ പൂക്കളം ഇടുന്നേ? ഇന്ന് തിരുവോണമല്ലേ, ഓണത്തിന് എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്ത് പൂക്കളമൊക്കെ ഇട്ട് ഓണസദ്യയൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഓണമെന്ന് പറഞ്ഞ എന്താ അമ്മേ? ഓണമെന്ന് പറഞ്ഞാൽ എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയുന്ന ദിവസം. എന്നിട്ട് എന്താ അമ്മേ നമ്മുടെ വീട്ടിലെ സ്നേഹവും സന്തോഷവും ഒന്നും ഇല്ലാത്തത്? ഇതൊക്കെ മാറും മോളെ, മോള് വിഷമിക്കേണ്ട കേട്ടോ. നമ്മുടെ വീട്ടിലും സ്നേഹവും സന്തോഷവും ഒക്കെ വരും. അയ്യടാ, അമ്മയും മോളും കെട്ടിപ്പിടിച്ച് കളിക്കുകയാണോ? കാലത്തൊടുത്തൊരുങ്ങി മുറ്റത്തോട് ഇറങ്ങിക്കോളും നാട്ടുകാരെ കാണിക്കാൻ. അടുക്കള കയറിയ കൊച്ചമ്മയുടെ കയ്യിൽ കരി പറ്റുമായിരിക്കും. അമ്മ അതിങ്ങ് താ, ഞാൻ അകത്തേക്ക് വരാൻ തുടങ്ങുമായിരുന്നു. സദ്യയൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. വെള്ളം ഉണ്ടാക്കി ഉച്ചയാവാൻ കഴിക്കാം. അവൻ എന്തിയേ സുരേഷ്? മോണിതുവരെ എഴുന്നേറ്റില്ലേ? മോൻ കാലത്തേ എണീറ്റ് പോയി. ക്ലബിലോട്ടോ ഷാപ്പിലോട്ടോ എങ്ങോട്ടോ പോയെന്ന് ആർക്കറിയാം. അതെങ്ങനെയാ? അതിന് സമാധാനം കൊടുക്കണ്ടേ? വീട്ടിൽ സമാധാനമില്ലാതായാൽ പിന്നെ ആണുങ്ങൾ സമാധാനം കിട്ടുന്ന സ്ഥലം തോടി പോകും. വില്ലമ്മച്ചി,
വാ നമുക്ക് പൂക്കളിടാം. ആരുടെ വല്യമ്മ? എനിക്കിവിടെ വേറെ പണിയൊന്നും ഇല്ലായിരിക്കുമല്ലേ? മോനെ, നീ കാലത്ത് എവിടെ പോയിരിക്കായിരുന്നു? എന്റെ മോൻ എന്തെങ്കിലും കഴിച്ചോ? നിങ്ങൾക്കിത് എന്തിന്റെ കേടാളെ? ആണുങ്ങളായ പുറത്തോട്ടൊക്കെ ഇറങ്ങും. അതെ, നിനക്ക് ഇങ്ങനെ കൂട്ടുകൂടി നടന്നാ മതിയല്ലോ. ഈ വയസ്സാം കാലത്ത് ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് കാണാൻ ആരെങ്കിലും ഉണ്ടോ? എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു വരാൻ പോലും ഇവിടെ ആരുമില്ല. അതിന് അവൾ ഇവിടെ ഇല്ലേ? നിമിഷം കൊണ്ട് അവളെ കാണത്തില്ല. കണ്ണ് തെറ്റിയാൽ കണ്ടവന്റെ വീട്ടില. നാട്ടുകാർ പറഞ്ഞു നടക്കുന്ന നീ വല്ലോ നീ അറിയുന്നുണ്ടോ? എന്റെ കുഞ്ഞിന്റെ മനസ്സ് വേദനിക്കണ്ടില്ല എന്ന് വിചാരിച്ച് ഞാനൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് നടക്കുക. എടാ, നീ ആ കൊച്ചിനെ സൂക്ഷിച്ചു നോക്കിക്കേ. നിന്റെ തന്നെയാണെന്ന് വല്ല ഉറപ്പുണ്ടോ? വേണ്ട, നോക്കടാ. അടുക്കള കറി വെക്കാൻ പോയോളാ. വല്ലവന്റെ പറമ്പിൽ നിന്ന് കയറി വരുന്നു. എടി, നീ കാലത്തെ ആരുടെ അവിടെ നിറങ്ങാൻ പോയേക്കുമായിരുന്നു? അവിയൽ വെക്കാൻ നോക്കിയപ്പോൾ കറിവേപ്പിലില്ല. പിന്നെ വടക്കേലെ സാവിത്രി ചേച്ചിയുടെ പറമ്പിൽ നിന്ന് 2 കമ്പൊടിച്ചുകൊണ്ട് വന്നതാ. അല്ലാതെ ഇവിടെയുള്ളവരെ പോലെ ആരുടെയും അവിടെ നിരങ്ങാൻ പോയതല്ല. കേട്ടില്ല അവള് പറഞ്ഞത്? ഇവിടെ ഉള്ളവരെ നിരക്കം നടക്കുന്നവരാണെന്ന്. അവളൊരു പതിവ്രത. കണ്ണ് തെറ്റിയാൽ സൂടനെ വീട്ടില്ല. ഞങ്ങളാരും പൊട്ടന്മാരൊന്നും വിചാരിക്കണ്ട. അമ്മയെന്ന് വിളിച്ച് നാക്കുകൊണ്ട് നിങ്ങൾ എന്നെ വേറൊന്നും വിളിപ്പിക്കല്ലേ. ഇവിടെ വന്ന് കയറി അന്ന് മുതൽ തുടങ്ങിയതാ. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. നിർത്തടി. മര്യാദയ്ക്ക് കഴിഞ്ഞോണം ഇവിടെ. നിന്റെ വിളച്ചിലും വേഷക്കെട്ടിലും ഒക്കെ അങ്ങ് നിന്റെ വീട്ടിൽ, അല്ലെങ്കിൽ ചവിട്ടിക്കൊന്ന് കുഴിച്ചു മൂടും. മനസ്സിലായോ? അയ്യോ അച്ഛ, അമ്മേനൊന്നും ചെയ്യല്ലേ. കൊല്ല്, നിങ്ങൾ എന്നെ കൊല്ല്. അതാ ഇതിലും ഭേദം. സ്വന്തം വീട്ടുകാർ പറഞ്ഞ കേൾക്കാതെ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നതാ ഞാൻ. അന്ന് ഞാൻ മുത്തും ചക്കരയും ഒക്കെ ആയിരുന്നു. ഇന്നിപ്പോ ഞാനും എന്റെ കുഞ്ഞും നിങ്ങൾക്കൊരു അധികപ്പറ്റ. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കി കിട്ടണം. മനസ്സിലായല്ലോ? എന്നാ പിന്നെ ഇനി വൈകിക്കണ്ട. അമ്മയും മകളൊന്ന് ഇറങ്ങിക്കോ. കണ്ടവന്റെ കൊച്ചിനെ ചുമക്കേണ്ട ഗതികളൊന്നും എന്റെ മോന് വന്നിട്ടില്ലടി. തള്ളേ, നിങ്ങളും ഒന്ന് പ്രസവിച്ച സ്ത്രീയല്ലേ. ഈ കേട്ടാൽ അറക്കുന്ന വാക്കുകളല്ലാതെ വേറൊന്നും നിങ്ങളുടെ വായിന്ന് വരില്ലേ? എടി പുന്നാര മോളെ, നിന്ന് ചലക്കാതെ ഇറങ്ങിക്കോണം. ഇനി ഒരു നിമിഷം കൂടി നിന്നെ ഇവിടെ കണ്ട ഈ സുരേഷിന്റെ തനിക്കോണം നീ അറിയും. മതി, നിർത്ത്. ഈ തിരുവോണത്തിന് ഞാൻ ഇവിടുന്ന് പടിയിറങ്ങുക. സ്വന്തം അച്ഛനെയും അമ്മയെയും തള്ളിപ്പറഞ്ഞ് നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നതിനൊക്കെ ഞാൻ അനുഭവിച്ചു. മതി, ഇനി എനിക്ക് വയ്യ. തള്ളയും മകനും കൂടി എന്നോട് ചെയ്തതിനൊക്കെ ദൈവം നിങ്ങളോട് ചോദിക്കും. വാ മോളെ. ചാണവളം തളിച്ചിവിടെയൊക്കെ ഒന്ന് ശ്രുതി വരുത്തണം. നീ ആ ഗോപാലൻ വക്കീലിനെ ഒന്ന് വിളിച്ച് അവിടെ വല്ല ഒരു പരാതി കൊടുത്തിട്ടേക്ക്. ഇല്ലെങ്കിൽ അവിടെ നമുക്കൊരു പണി വരും. എന്റെ മോനിങ് വാ. എവിടെയെങ്കിലും ഒന്ന് പോകാൻ ഇറങ്ങാന്ന് വെച്ചാ ഇവിടെ ഒരു അച്ഛനും മകനും ഉണ്ട്. അതെങ്ങനെയാ? മുഹൂർത്തം കഴിയാതെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. ഈ വർഷവും കരയോഗത്തിലെ ഓണപരിപാടികളൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ഇങ്ങർക്ക് മരുന്നടിക്കാൻ പോകാൻ ഇത് എന്തിൻ്റെ കേടാ? ഈ ചെറുക്കനത് എവിടെ പോയി കിടക്കുവാ? എന്തിനാ അമ്മ ഇങ്ങനെ കിടന്ന് കാറുന്നേ? ഞാനിതാ റെഡിയായി. അച്ഛനാണെങ്കിൽ ഇതുവരെ പാടത്തുനിന്ന് കയറിയിട്ടില്ല. അമ്മേ, ദേ നിമിഷേച്ചി മാളു. മോളെ മോളെ, എന്തു പറ്റി? അവനെവിടെ സുരേഷ്? മോളെന്തിനാ കരയുന്നേ? എന്റെ നിമിഷേച്ചി കരച്ചിൽ നിർത്തിയിട്ട് പറയുന്നുണ്ടോ എന്താ പറ്റിയെന്ന്? സുരേഷിനെ എന്തെങ്കിലും ചെയ്തോ? നിങ്ങളോടൊക്കെ ഞാൻ എത്ര തവണ പറഞ്ഞതാ എനിക്കവിടെ പറ്റില്ലെന്ന്. ഇപ്പൊ എന്നെ കഴുത്തിന് പിടിച്ച് ഇറക്കി വിട്ടേക്കുവാ. ഇന്നിപ്പോ എന്താ പ്രശ്നം ഉണ്ടായേ? നീ അത് പറ. അങ്ങേർക്കിപ്പൊ എന്നെ സംശയ. ഈ കൊച്ചങ്ങേരുടെ അല്ലെന്നാ പറയുന്നത്. ആ തള്ളയാണ് എന്നെ പറ്റി ഇല്ലാക്കഥ മുഴുവൻ പറഞ്ഞു പരത്തുന്നത്. ആ, മോള് വിഷമിക്കാതെ, എല്ലാം ശരിയാകും. അത് അവനൊരു ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും. 2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറും. ദേ അമ്മേ, ഇനി അങ്ങോട്ട് തിരിച്ചു പോകാൻ മാത്രം എന്നോട് പറഞ്ഞേക്കരുത്. ഭൂമിയോളം ഞാൻ സഹിച്ചു. ഇനി എനിക്ക് വയ്യ. എന്റെ നിമിഷേച്ചി സാരമില്ല, ഇപ്പൊ ഉടനെ പോകണ്ട. 2-3 ദിവസം കഴിയട്ടെ, ഞാൻ കൂടെ വരാം. എന്താ ഉണ്ടായെന്ന് ചോദിക്കണമല്ലോ. എടാ വിനോദേ, നീ കാര്യം മനസ്സിലാക്കാതെ സംസാരിക്കരുത്. ഒരു വേലക്കാരുടെ വില പോലും എനിക്ക് ആ വീട്ടിൽ തന്നിട്ടില്ല. ഞാൻ ചത്താലും ശരി, ഇനി അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല. എന്താ, എന്തു പറ്റി? നിമിഷമോളോ? മോളെന്തിനാ കരയുന്നേ? മോൾക്കെന്ത് പറ്റി? ദേണ്ടേ, സുരേഷും അമ്മയും കൂടെ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന്. ഏതാണ്ട് വഴക്കൊക്കെ ഉണ്ടായെന്നാ പറയുന്നേ. അവളിനി തിരിച്ചു പോകുന്നില്ലെന്ന്.
എന്റെ വീരൻകുളങ്ങര ഭഗവതി, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? അതും ഈ തിരുവോണത്തിന്. കാരണവന്മാരായിട്ട് തന്ന 60 സെന്റ് സ്ഥലം മനസ്സില്ലാ മനസ്സോടെ വിറ്റിട്ട നീ കണ്ടുപിടിച്ച ചെറുക്കന്റെ കൂടെ നിന്നെ ഇറക്കി വിട്ടത്. എന്നിട്ട് അവള് കൊച്ചിനെ കൊണ്ട് ഇറങ്ങി പോന്നേക്കുന്നു. നിനക്കും കൊച്ചിനും കൂടി ചെലവിന് തരാൻ ഇവിടെ ഈ വീട് മാത്രമേ ഇനി വിൽക്കാനുള്ളൂ. അതെങ്ങനെയാ? ഒരുത്തനെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാനായിട്ട് വീട് പണയം വെച്ച് ലോൺ എടുത്തേക്കുമല്ലേ. എന്നിട്ട് എഞ്ചിനീയറിംഗ് പാസ്സായോ അതുമില്ല. എന്തൊക്കെ പറഞ്ഞാലും അതൊരാൺകുഞ്ഞല്ലേ, ഒരു കുടുംബം നോക്കേണ്ടവനല്ലേ. എല്ലാരോടുമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ പണിയെടുത്ത് തിന്നാൻ തരുമെന്ന് കരുതി ഇങ്ങോട്ടാരും പോരണ്ട. നിങ്ങളെല്ലാരും കൂടി എന്റെ തല തിന്നാൻ തുടങ്ങിയാലുണ്ടല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ആ പോട്ടെ, നല്ലൊരു തിരുവോണമായിട്ട് നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടാതെ. പെട്ടെന്ന് അവൾക്കൊരു ദുർബുദ്ധി തോന്നി, അത് അവളായിട്ട് തിരുത്തിക്കോളും. നിങ്ങൾ പോയി കുളിച്ച് വേഷം മാറിവാ, നമുക്ക് കരയോഗത്തിൻ്റെ ഓണാഘോഷത്തിന് പോയിട്ട് വരാം. നിമിഷേ, നീ അകത്തോട്ടിയല്ലേ, കൊച്ചിന് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു കൊടുക്കുക. പിന്നെ നീ പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട കേട്ടോ. ആ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങളെങ്ങാനും കണ്ടാൽ പിന്നെ അത് മതി. മോളുവാ, അമ്മ ചോറ് വിളമ്പിത്തരാം. അമ്മേ, ചോറ് വിളമ്പിത്താ. ആ, അമ്മ വിളമ്പിത്തരാം. അമ്മേ, എന്താ ഇത്? ഇത് ഓണത്തിന് മാവേലി തരുന്ന ഒരു മരുന്നാ. അമ്മ പറഞ്ഞില്ലേ, ഓണത്തിന് മാവേലി വരുമ്പോ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറുന്ന. അതിനുള്ള മരുന്നാ ഇത്. അമ്മ മോൾക്ക് ചോറ് വാരി തരട്ടെ. നമ്മുടെ വിഷമങ്ങള് എല്ലാം മാറാൻ പോവല്ലേ, പിന്നെ എന്തിനാ അമ്മ കരയണേ? അമ്മ കരഞ്ഞ മാളവും കരയും. ഇല്ല മോളെ, അമ്മ കരയില്ല. അമ്മ ഇനി ഒരിക്കലും കരയില്ല. ഈ നാട്ടിൽ സ്ത്രീയെന്നും പുരുഷനെന്നും 2 തരം മനുഷ്യരാണ്. പണ്ട് തൊട്ടേ സ്ത്രീയെ ഭരിക്കുന്നവനാണ് പുരുഷൻ. സ്ത്രീക്ക് എന്ത് കഴിവുണ്ടായാലും എത്ര കഠിനമായി പരിശ്രമിച്ചാലും പുരുഷൻ അവളെ ഒരിക്കലും അംഗീകരിക്കില്ല. അംഗീകരിക്കാൻ ഈ സമൂഹം പഠിപ്പിക്കുന്നില്ല. പെൺകുട്ടികളെ ചെറുപ്പത്തിൽ വീട്ടുജോലി ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. ചെന്ന് കയറുന്ന വീട്ടിൽ പണിയെടുത്ത് ആ വീട് നോക്കാൻ. ഈ വ്യവസ്ഥിതിയോട് ഏറ്റുമുട്ടി ഈ അമ്മ തോറ്റുപോയി. എന്റെ പൊന്നുമോളെ, എനിക്ക് മാപ്പ് ചോദിക്കാനുള്ളത് നിന്നോട് മാത്രമാണ്. നിന്നെയും ഒരേ പെണ്ണായി പ്രസവിച്ചതിന്. നീ ലോകത്തിൽ തനിച്ചായി പോയാൽ അവർ നിന്നെയും വെറുതെ വിടില്ല. അമ്മേ, എനിക്ക് നെഞ്ചുവേദന എടുക്കണു. മോളെ, മോളെ. ഈ തിരുവോണം ആഘോഷിക്കാൻ കാത്തു നിൽക്കാതെ പാതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ച മലയാളത്തിൻ്റെ എല്ലാ പെൺമക്കളോടും മാപ്പ്. ഞങ്ങളും ഉത്തരവാദികളാണ്. കണ്ണുണ്ടായിട്ടും നിങ്ങളുടെ കണ്ണുനീർ കാണാതിരുന്നതിന്, കാതുണ്ടായിട്ടും നിങ്ങളുടെ കരച്ചിൽ കേൾക്കാതിരുന്നതിന്, നാവുണ്ടായിട്ടും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതിരുന്നതിന് മാപ്പ്. 1905 കുരിയാടത്ത് ധാത്രി തുടക്കം കുറിച്ച കേരളത്തിലെ സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ 120 വർഷങ്ങൾക്കിപ്പുറം ഇന്നും ലക്ഷ്യം കാണാനാവാതെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങളെടുക്കുന്ന ഉറച്ച തീരുമാനം നാളെ നിങ്ങളുടെ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കരുത്തുള്ളതായിരിക്കട്ടെ.